ഹലോ ഫ്രണ്ട്സ്, എൻ്റെ സ്പൈൻ ഒ പി ഡിയിൽ കുറേ പേഷ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഓപ്പൺ സ്പൈൻ സർജറി പറഞ്ഞാൽ എന്താ, കീ ഹോൾ സർജറി ആയിട്ട് എന്താ, പിന്നെ എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ അല്ലാതെ ബാൻഡേജ് പ്രൊസീജിയർ പറഞ്ഞാൽ എന്താ. ഓക്കെ, സ്പെസിമെൻ കൊണ്ട് തന്നെ ഒ ടിയിൽ തന്നെ നോക്കാം. സോ ഇതാണ് നമ്മുടെ സ്പൈനിൻ്റെ ഒരു മോഡലാണ്, ആർട്ടിഫിഷ്യൽ മോഡൽ. സോ ഇതിൽ നോക്കുമ്പോൾ L1, L2, L3, L4, L5 പറഞ്ഞിട്ട് L1 തൊട്ട് L5 വരെ വെർട്ടിബ്രാസ് ഉണ്ട്. ഈ രണ്ട് വെർട്ടിബ്രാന് ഇടയിലും ഒരു ഡിസ്ക് ഉണ്ട്. ഇതാണ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പറഞ്ഞാൽ അതൊരു ഒരു കുഷൻ പോലെ ഒരു സബ്സ്റ്റൻസ് ആണ്. പിന്നെ ഈ ഡിസ്ക്, ഈ ഈ എല്ലാത്തും നടുവിൽ കൂടി ഒരു ഹോൾ ഉണ്ട്. ആ ഹോളിന്റെ പേരാണ് ന്യൂറൽ ഫൊറാമൻ. ന്യൂറൽ ഫൊറാമൻ പറഞ്ഞാൽ ആ ഓട്ടയിന് കൂടി നെർവ് പുറത്തിറങ്ങാറുണ്ട്. ഇത് രണ്ട് സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്, ഈ സൈഡിലും ഉണ്ട്. സോ ഈ നെർവ്, ഈ ഡിസ്ക് പുറത്തിറങ്ങി ഈ നെർവ് ടച്ച് ചെയ്യുമ്പോൾ ആ വേദന കാല് വരെ പോകാറുണ്ട്. ആ നെർവ് എവിടെ വരെ എത്തുന്നുണ്ടോ അവിടെ വരെ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കോസ് പറഞ്ഞാൽ ഇതാണ്, ഇൻ ദ പ്രൊലാപ്സ്ഡ് വെർട്ടിബ്രൽ ഡിസ്ക്. സോ ഈ ഡിസ്ക് പുറത്തിറങ്ങി ഈ നെർവ് കംപ്രസ് ചെയ്യുമ്പോൾ അതാണ് സയാറ്റിക്ക വിത്ത് പ്രൊലാപ്സ്ഡ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്. ഇത് ക്യൂർ ചെയ്യാനായിട്ട് 3 പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ഓപ്പൺ സർജറി. എല്ലാവർക്കും അറിയാം, പണ്ട് തൊട്ട് ഇതാണ് ചെയ്തുകൊണ്ടുവരുന്നത്. The next thing is keyhole surgery, and the latest one is endoscopic or band-aid procedure. So we'll see the differences between each other. So ഇതാണ് നമ്മുടെ lumbar vertebra, L5, L4, L3, L2, L1. ഇതിൻ്റെ ഹ്യൂമൻ ആയിട്ടുള്ള മോസ്റ്റ് കമ്പാരബിൾ ഹ്യൂമൻ ഡമ്മി ആയിട്ട് അതിൽ തന്നെ നോക്കാം. ഓപ്പൺ സർജറി എങ്ങനെ ചെയ്യാറുണ്ട്, കീ ഹോൾ എങ്ങനെ, പിന്നെ ബാൻഡേജ് പ്രൊസീജിയർ എങ്ങനെയാണ്. ഇതിനുള്ളിൽ എന്താണുള്ളത് നോക്കാം. സോ ഇതാണ് നമ്മുടെ സ്കിൻ പോലെ ഒരു സബ്സ്റ്റൻസ്. ഇതിനുള്ളിൽ മസിൽ ഉണ്ട്, മസിൽ പോലെ ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനുള്ളിൽ മസിൽ പോലെ തന്നെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. സോ അതിനുള്ളിലാണ് സ്പൈൻ ഉള്ളത്. സോ ഇതിലാണ് യൂഷ്വലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഓപ്പൺ സർജറി. ഓപ്പൺ സർജറി പറയുമ്പോൾ ഈ ഒരു ലെവലിൽ ഡിസ്ക് ഉണ്ടെങ്കിൽ ഇത് എക്സ്പോസ് ചെയ്യാനായിട്ട് ഇത്ര വലിയ ഇൻസിഷൻ ഇടണം. ഇൻസിഷൻ പറഞ്ഞാൽ കട്ടാണ്. ഈ കട്ട് ഇട്ടിട്ട് അകത്തുള്ള മസിൽസിലും കട്ട് ചെയ്യണം. മസിൽസിൽ കട്ട് ചെയ്തിട്ട് ഈ മസിൽസ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഇൻസ്ട്രുമെന്റ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം കുറച്ച് വലിയതായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിനെ കൊണ്ട് അവിടെ ചെന്ന് ഈ ബോണൊക്കെ കട്ട് ചെയ്തിട്ട് അതിനുശേഷമാണ് ഡിസ്കിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഇതാണ് ഓപ്പൺ സർജറി. നെക്സ്റ്റ് പറയുന്നത് കീ ഹോൾ സർജറിയാണ്. കീ ഹോൾ സർജറി പറയുമ്പോൾ ഇത്ര വലിയ ഒരു ഹോളിൽ ഒരു റിട്രാക്ടർ ഉണ്ടാവും. റിട്രാക്ടർ പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഡയമീറ്റർ, അറൌണ്ട് 20 to 25 mm ഉള്ളാണ് ഡയമീറ്റർ ആണ്. സോ ആ ട്യൂബ് കൊണ്ട് ഈ സ്ഥലത്തിൽ എത്താം. ഇതാണ് മൈക്രോസ്കോപ്പ്. സോ മൈക്രോസ്കോപ്പിനെ നോക്കി അതിന് കൂടെ തന്നെ സർജറി ചെയ്യുമ്പോൾ എവിടെ സർജറി ചെയ്യുന്നോ അവിടെ കാണാനുണ്ട്. സോ വി ജസ്റ്റ് സോ ഓപ്പൺ സർജറി ആസ് വെൽ ആസ് കീ ഹോൾ സർജറി. സോ ഓപ്പൺ സർജറിയിൽ നോക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ സ്പൈനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബോണിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ട് മസിൽസും ലിഗമെൻസുമാണ്. സോ ഓപ്പൺ സർജറി നോക്കുമ്പോൾ ആ മസിൽസും ലിഗമെൻസും കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ പാത്തോളജിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇത് കുറച്ച് ഇതുകൊണ്ടാണ് പേഷ്യൻസിന് സർജറിന് ശേഷം ബാക്കിന് വേദന, ഫെയിൽഡ് ബാക്ക് സിൻഡ്രോം ഒക്കെ പറയാറുണ്ട്. സോ അതൊക്കെ കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കീ ഹോൾ സർജറി വന്നത്. കീ ഹോൾ സർജറി നോക്കുമ്പോൾ അതിൽ ഓപ്പൺ സർജറി കാട്ടിലും മസിൽസും ലിഗമെൻസിനും ഡാമേജ് കുറവാണ്, ഏറ്റവും കുറവാണ്. ആൻഡ് മെനി സ്റ്റഡീസ് ആർ ദെയർ ടു പ്രൂവ് ദിസ് ഓൾസോ. And that is also called microscopic discectomy or keyhole surgery, tubular surgery, and so on. So but even with the keyhole surgery there is little bit of muscle retraction and damage. To address this, now the latest bandage procedure or endoscopic surgery is come. So let's see how endoscopy is done. So idana endoscope. So endoscope parayumbo ഇതൊരു ലൈറ്റ് സോഴ്സ് ആണ്. ഇത് ക്യാമറ ഇത് കണക്ട് ആയിട്ട് മോണിറ്ററിൽ കണക്ട് ചെയ്തിട്ട് എവിടെ സർജറി ചെയ്യുന്നതോ അവിടെ കാണാനായിട്ട് അത് മോണിറ്ററാണ്. സോ ഓപ്പൺ സർജറി ആയാലും കീ ഹോൾ ആയാലും ബാൻഡേജ് പ്രൊസീജിയർ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി എന്ത് പ്രൊസീജിയർ ആയാലും എയിം ഒന്ന് മാത്രമാണ്.
അവിടെ നെർവിന്റെ കംപ്രഷന് റിലീവ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ദ പ്രൈമറി എയിം. പക്ഷെ ഓപ്പൺ സർജറിയിലെ മസിൽ ഡാമേജും ലിഗമെന്റ്സിന്റെ ഡാമേജും കുറച്ച് കൂടുതലാണ്. അതിനെക്കാട്ടിലും കീ ഹോളിൽ അത് കുറഞ്ഞു വന്നു. സോ ദ ലേറ്റസ്റ്റ് എൻഡോസ്കോപ്പിക് ടെക്നിക് ഇസ് ദ ലീസ്റ്റ് ഇൻവേസീവ് ടെക്നിക് വിത്ത് ദ ബെസ്റ്റ് പോസിബിൾ റിസൾട്ട്സ്. സോ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ്. ദ പേഷ്യന്റിന്റെ പെയിന് വളരെ കുറവായിരിക്കും ആൻഡ് ദ പേഷ്യന്റ് ക്യാൻ റെസ്യൂം ഹിസ് ഡ്യൂട്ടീസ് ആൻഡ് ഹിസ് വർക്ക് ആസ് ഏർലി ആസ് 1 or 2 weeks. പിന്നെ നെക്സ്റ്റ് ദിവസം തന്നെ നടന്നു പോവാം. സോ ഇതാണ് എൻഡോസ്കോപ്പിന്റെ ബെസ്റ്റ് അഡ്വാൻറ്റേജ്. താങ്ക് യു.